ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണൻ കൺമണിയും ഒരുപാട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. ഒരു പക്ഷേ കൺമണിക്കാണെങ്കിൽ കൃഷ്ണന് കൺമണിയും കാണാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺമണിയെ രാത്രി തന്നെ കാണാനായിട്ട് കൃഷ്ണ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴത്തേനും പരിസരം മറന്ന് തന്നെ അവർ രണ്ടുപേരും ഉമ്മയൊക്കെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ വളരെയധികം സ്നേഹം പങ്കിടുന്നുണ്ട് പരസ്പരം. അതിന് ശേഷം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുവാണെന്ന് പറയുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് അവിടെ തന്നെ ഒരു അമ്മായി എണീറ്റ് വരുന്നുണ്ട്. എന്താണ് അവിടെ ഒരു സൗണ്ട് കേട്ടത്, ഇവിടെ ആരാ ലേറ്റ് ഇട്ടത് എന്ന രീതിയിലൊക്കെ. പക്ഷേ കൺമണിയും കൃഷ്ണനും കൂടി അതൊക്കെ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുശേഷം തന്നെ കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, സാർ ഇവിടുന്ന് പൊയ്ക്കോ, എനിക്ക് പേടിയാവുന്നുണ്ട്, ഇവരാരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാവും, ഒന്ന് പൊയ്ക്കോളൂ എന്ന് പറയുന്നു. പക്ഷേ കൺമണിയാണെങ്കിലോ അങ്ങനെ കൃഷ്ണനാണെങ്കിലും അവിടുന്ന് പോകാനായിട്ട് ഒട്ടും സമ്മതിക്കുന്നില്ല. അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണ്, രാവിലെ പോവുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. എന്താ സാർ ഇങ്ങനെ? ആ കൺമണി, ഞാൻ അങ്ങനെ പോകുള്ളൂ, എനിക്കാണെങ്കിൽ നിന്നെ കണ്ട് കൊതി തീരുന്നില്ല, ഇന്ന് രാത്രി മുഴുവൻ നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കണം എനിക്ക്, അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണം, അതാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണെന്ന് പറയും. നിന്നെ ഞാൻ ഉപദ്രവിക്കുകയൊന്നുമില്ല, പിന്നെ ഞാൻ ഇവിടെ കിടക്കണേ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണയുടെ കിടക്കുക കേട്ടോ. അതിനുശേഷം തന്നെ കിടന്നതിന് ശേഷം ഉറങ്ങിപ്പോകുന്നുണ്ട്. ഉറങ്ങിപ്പോകുമ്പോൾ തന്നെ രാവിലെ ആവുന്നു. അയ്യോ നേരം വെളുത്തു പോയോ, അയ്യോ ഒന്നും അറിയുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് പുറത്തിറങ്ങുക, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്, കൺമണി ഇനി എന്ത് ചെയ്യും, നമ്മൾ നേരെ വെളുത്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാനാ സർ, എല്ലാവരും എണീറ്റു എന്നാണ് തോന്നുന്നത്, നോക്കട്ടെ ഞാനെന്ന് പറഞ്ഞിട്ട് പുറത്ത് വാതിൽ തുറന്ന് പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, എണീറ്റിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് കൃഷ്ണ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് ബലരാമനെ കാണിക്കുന്നുണ്ട്. എന്തോ സുജാതയും അതുപോലെ സാഗർ ആണ് തൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളത് ഒരു സ്വപ്ന രൂപത്തിൽ തന്നെ ബലരാമനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, സ്വന്തം മകനെ ഉപേക്ഷിച്ചില്ല എന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് എണീറ്റിട്ടുള്ള ബലരാമൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നു. നാളെ ഒരു നല്ല കിടിലം എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.